dear students, welcome back to National Academy. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചാപ്റ്റർ വൈസും അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സ് NIOS ഫിസിക്സിനകത്തുള്ള കുറച്ച് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ ബാക്കി വരുന്ന പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ആൻസേഴ്സ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ NIOS ഈ ഒരു തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ. എങ്ങനെയാണ് മാക്സിമം നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഏകദേശം ഒരു 16 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ദെൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 14th ചാപ്റ്റർ ആയിട്ടുള്ള വെർബ് ഫിനോമിനയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a characteristics of musical sound? മ്യൂസിക്കൽ സൗണ്ടിൻ്റെ ക്യാരക്ടർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വേവ് വെലോസിറ്റി, ലൗഡ്നെസ്, പിച്ച് ആൻഡ് ക്വാളിറ്റി. ഓക്കെ, വേവ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ലൗഡ്നെസ് തന്നിട്ടുണ്ട്, ക്വാളിറ്റി തന്നിട്ടുണ്ട്, പിച്ച് തന്നിട്ടുണ്ട്. മ്യൂസിക്കൽ സൗണ്ടിൻ്റെ ക്യാരക്ടർ നമ്മൾ പഠിച്ചതാണ്. ലൗഡ്നെസ് ഉണ്ട്, പിച്ച് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. പക്ഷേ വേവ് വെലോസിറ്റി ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. ദെർഫോർ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത് വേവ് വെലോസിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the length of a pipe open from both end is 1 meter. രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ഇഫ് സ്പീഡ് ഓഫ് സൗണ്ട് 320 മീറ്റർ പെർ സെക്കൻഡ് ആണ് എയറിൽ. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് സ്റ്റാൻഡിങ് വേവ്. ആ പൈപ്പിനകത്തുള്ള സ്റ്റാൻഡിങ് വേവിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് സ്റ്റാൻഡിങ് വേവ്? 2 എൻഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു പൈപ്പിലെ സ്റ്റാൻഡിങ് വേവിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? F is equal to V/2L ആണ്. എന്താണ് F is equal to ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ വാല്യൂ F is equal to V/2 into L ആണ്. അറിയാം, ഇവിടെ വിയുടെ വാല്യൂ എത്രയാ? 320 മീറ്റർ പെർ സെക്കൻഡ്. വിയുടെ വാല്യൂ നമുക്കറിയാം 320 മീറ്റർ പെർ സെക്കൻഡ് ബൈ 2 ഇൻറ്റു ലെങ്ത് ഓഫ് പൈപ്പ് എത്രയാ? 1 മീറ്റർ. ദെർഫോർ 320 ബൈ 2 ഇൻറ്റു 1 2. സോൾവ് ചെയ്ത് എത്ര കിട്ടി? 320 ബൈ 2 എത്രയാ? 320 ബൈ 2 ഇസ് ഈക്വൽ ടു 160. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ 160 ഹെർട്സ് ആയിരിക്കും. ക്ലിയർ ആയില്ല? ഒന്നുമില്ല, ഇക്വേഷൻ പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല വരുന്നത്? F is equal to V/2L ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the intensity ratio of 2 verb is 1:60. 2 വേർവിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, 1:60 ആണ്. ആൻഡ് ദേ പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ്. അവർ സൂപ്പർഇമ്പോസിങ് നടന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ്റർഫറൻസ് ആണെങ്കിൽ calculate the ratio of Imax by Iminimum. Imax ഇൻറ്റൻസിറ്റി മാക്സിമം ബൈ ഇൻറ്റൻസിറ്റി മിനിമയുടെ റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, I1ഉം I2ഉം തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1:16 ആണെന്ന് തന്നിട്ടുണ്ട്. I1ഉം I2ഉം തമ്മിലുള്ള റേഷ്യോ 1:16 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം റേഷ്യോ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? Imax by Iminimum എന്ന് പറയുന്നത് ഒന്നെങ്കിൽ √I1 + √I2 ഡിവൈഡഡ് ബൈ √I1 + √I2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ Imax by Iminimum എന്ന് പറയുന്നത് ഇതിനെ സോൾവ് ചെയ്തതാണ്. √I1 by I2 + 1 ഡിവൈഡഡ് ബൈ √I1 by I2 - 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, I1ഉം I2ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 16:1 ആണ് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് ജസ്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ്? √I1 16 ബൈ I2 1 ആണ്. ദെർഫോർ 16 by 1 ദാറ്റ് ഈസ് 16 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √16 - 1 ഹോൾ സ്ക്വയർ. √16 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. ദെർഫോർ 4 + 1 ഡിവൈഡഡ് ബൈ 4 - 1 ഹോൾ സ്ക്വയർ. 4 + 1 എത്രയാണ്? 5. 5 ബൈ 4 - 1 3. അപ്പോൾ 5/3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് 25/9 എന്ന് കിട്ടും. ക്ലിയർ ആയോ? നമ്മളിവിടെ പറഞ്ഞുതരാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
I1 by I2ൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൂട്ട് ഓഫ് I1 16, I2 1 plus 1 divided by root of 16 by I2 എത്രയാ 1 minus 1. അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നു അല്ലേ. 16/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 plus 1 divided by 16 minus 1. ഇതിനെ സോൾവ് ചെയ്യുമ്പം റൂട്ട് 16 എത്രയാ 4 ആണ് അല്ലേ. 4 plus 1 divided by 4 minus 1. 4 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/3 whole square is equal to 25/9 എന്ന് കിട്ടി അല്ലേ. 5ൻ്റെ സ്ക്വയർ 25, 3ൻ്റെ സ്ക്വയർ 9, therefore 25/9 ആണ് Imax by Iminimത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ട്രാൻസ്വേഴ്സ് വേർവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേർവ് വി ക്യാൻ സെൻസ് ബട്ട് കനോട്ട് സീ. അതായത് ട്രാൻസ്വേഴ്സ് വേർവ്സിൻ്റെയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ വേർവ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ സീ ചെയ്യാൻ പറ്റാത്ത ലോഞ്ചിറ്റ്യൂഡൽ വേർവ്സിൻ്റെയും എക്സാമ്പിൾസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ വേർവ്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൗണ്ട് വേർവ് അല്ലേ, പ്രഷർ വേർവ്, സെയ്സ്മിക് വേർവ്, ഇതൊക്കെ എന്താണ്? ലോഞ്ചിറ്റ്യൂഡൽ വേർവ്സ് ആണ്. ഏതൊക്കെയാണ്? സൗണ്ട് വേർവ് നമുക്ക് സെൻസ് ചെയ്യാം പക്ഷേ സൗണ്ട് സീ ചെയ്യാൻ പറ്റുമല്ല. പ്രഷർ വേർവ് സെയിം കണ്ടീഷൻ തന്നെയാണ്. സെയ്സ്മിക് വേർവ് അല്ലെങ്കിൽ സെയ്സ്മിക് പി വേർവ്സ് ഒക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന സീൻ ചെയ്യാൻ പറ്റാത്ത ലോഞ്ചിറ്റ്യൂഡൽ വേർവ്സ് ആണ്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത് ട്രാൻസ്വേഴ്സ് വേർവ്സ്. ട്രാൻസ്വേഴ്സ് വേർവ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലൈറ്റ് വേർവ്, ഓസിലേറ്റിംഗ് സ്ട്രിങ്, സെയ്സ്മിക് എസ് വേർവ്സ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേർവ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ട്രാൻസ്വേഴ്സ് വേർവ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡൽ വേർവ്സിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് സെൻസ് ചെയ്യാവുന്ന സീൻ ചെയ്യാൻ പറ്റാത്ത എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്വേഴ്സിൻ്റെത് ലൈറ്റ് വേർവ്, ഓസിലേറ്റിംഗ് സ്ട്രിങ്, അതുപോലെ തന്നെ സെയ്സ്മിക് എസ് വേർവ്സ്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ വേർവിൻ്റെത് നമ്മുടെ സൗണ്ട് വേർവ്, പ്രഷർ വേർവ്, അതുപോലെ തന്നെ സെയ്സ്മിക് പി വേർവ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, interference of a light wave can be observed with the help of a. ഇന്റർഫറൻസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സ്പെക്ട്രോമീറ്റർ ആണ് അല്ലേ. ഫോട്ടോമീറ്റർ അല്ല, പ്രിസോ അല്ല, സ്പെക്ട്രോമീറ്റർ ആണ് ഇന്റർഫറൻസ് ഒബ്സർവ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ജനറേറ്റഡ് ബൈ ഓസിലേറ്റിംഗ് കറണ്ട് ഇൻ എ സ്പെഷ്യൽ വാക്വം ട്യൂബ്. ഒരു സ്പെഷ്യൽ വാക്വം ട്യൂബിലൂടെ ഓസിലേഷൻ നടത്തിയിട്ട് ജനറേറ്റ് ചെയ്യുന്ന വേവ് ഏതാണ്? മൈക്രോവേവ്. ഏതാണ്? മൈക്രോവേവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, വാക്വം ട്യൂബിൽ കറണ്ട് ഓസിലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് മൈക്രോവേവ്സ് ആണ്. മൈക്രോ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ഹൈ ഈസ് മോർ സെൻസിറ്റീവ് ടു ഡാഷ് കളർ ലൈറ്റ്. ഹ്യൂമൻ ഹൈ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഏത് കളർ ലൈറ്റിനോടാണെന്നാണ്. ഏതാണ്? ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ യെല്ലോ ടു ഗ്രീൻ കളറാണ്. യെല്ലോ ടു ഗ്രീൻ കളറിനോടാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് UV റേഡിയേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ്? സണ്ണ് അല്ലേ. സണ്ണാണ് നമ്മളെ UV വേവ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 15th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് കടന്നു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെർഫോർ ഫസ്റ്റ് നോക്കാനുള്ളത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന ചാപ്റ്റർ ആണ്. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജ് ബിക്കം 1/10 when the space is between them filled by a dielectric medium. Then the relative permittivity of the medium. അതായത് രണ്ട് സ്റ്റേഷനറി ചാർജുകൾക്കിടയിൽ നമ്മൾ ഡയലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ വാല്യൂ 1/10, അതായത് സ്റ്റേഷനറി ചാർജുകൾക്കിടയിൽ എയർ ഉള്ളതിൻ്റെ 1/10 ടൈംസ് ആയിരിക്കും നമ്മുടെ ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് E0, എക്സിലോൺ 0 ആണ്. മീഡിയം എന്ന് പറയുന്നത് എക്സിലോൺ ആണ്.
Therefore അവർ തമ്മിലുള്ള റേഷ്യോ, അതായത് എക്സിലോൺ ബൈ എക്സിലോൺ 0 ആണ് നമ്മുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കെ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം കെ ആണ്. ദാറ്റ് ഈസ് ദ ഇ ബൈ ഇ 0 ആണ്. നമുക്കറിയാം F0/Fm നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിക് ഫോഴ്സിൻ്റെ വാല്യൂ അറ്റ് എയർ ബൈ മീഡിയം, ഒരു മീഡിയം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു കെ തന്നെയായിരിക്കും. കാരണം ബാക്കി എല്ലാ ടേമും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, എല്ലാം സെയിം ആണ്. അവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിട്ടുള്ള എക്സിലോൺ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? F0/Fmൻ്റെ വാല്യൂ 1/10 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore Fm is equal to F0/10 എന്ന് കിട്ടും. കണ്ടുപിടിക്കേണ്ട എന്താണ്? കെ ആണ്. കെയുടെ വാല്യൂ എന്താ? F0/Fm ആണ്. അപ്പോൾ F0/Fm എന്ന് പറയുന്നത് 10/1 ആയിരിക്കും. ഓക്കെ, Fm/F0 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1/10 ആണ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് F0/Fm ആണ്. Therefore is equal to 10 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? 10. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് ഡസ് നോട്ട് പെർട്ടേൺ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്കുമായിട്ട് റിലേറ്റ് അല്ലാത്ത ലോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൂളോംസ് ലോ, ഗോസ് ലോ, ആംബിയേഴ്സ് ലോ ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കൂളോംസ് ലോ, ഗോസസ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഒക്കെ എന്താണ്? ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആണ്. പക്ഷേ ആംബിയേഴ്സ് ലോ നമ്മുടെ മാഗ്നറ്റിസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ലോ ആണ്. Therefore ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം റെസിസ്റ്റൻസ്? ഇതൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മാക്സിമം റെസിസ്റ്റൻസ് ഏതിനാണ്? ഗാൽവനോമീറ്റർ തന്നിട്ടുണ്ട്, മില്ലി അമ്മീറ്റർ തന്നിട്ടുണ്ട്, അമ്മീറ്റർ തന്നിട്ടുണ്ട്, വോൾട്ട് മീറ്റർ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത് ഏത് ഇൻസ്ട്രുമെൻറ്റ്? നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ വോൾട്ട് മീറ്ററിനാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ഇതിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത് വോൾട്ട് മീറ്ററിനാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 charge each of 6 × 10⁻⁻10 coulomb are separated by a distance of 2 meter. Calculate the magnitude of coulomb force between them. അതായത് 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ചാർജിൻ്റെ വാല്യൂയും തന്നാൽ എങ്ങനെ നമുക്ക് അവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ഇസ് ഈക്വൽ ടു K × Q1 Q2/R² ആണ്. K × Q1/Q2/R² ആണ് നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, Q1ഉം Q2ഉം തന്നിട്ടുണ്ട്. 6 × 10⁻10 ആണ്. (6×10⁻10 കൂളോം ആണ് നമ്മുടെ ചാർജിൻ്റെ വാല്യൂ. Q1ഉം Q2ഉം ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. R തന്നിട്ടുണ്ട്, 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F ആണ് അല്ലേ? F is equal to കെയുടെ വാല്യൂ എത്രയാണ്? 9 × 10⁻9 ഇൻറ്റു Q1 Q2 ദാറ്റ് ഈസ് 6 × 10⁻10 ഹോൾ സ്ക്വയർ. Q1 Q2 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആയതുകൊണ്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ R², 2 സ്ക്വയർ. സോൾവ് ചെയ്ത് കഴിയുമ്പം 9 × 10⁻9 ഇൻറ്റു 6 × 10⁻10ൻ്റെ സ്ക്വയർ വരുന്നത് 36 × 10⁻20 അല്ലേ? 6ൻ്റെ സ്ക്വയർ 36, 10⁻10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10 × 2 തന്നെ ആയിരിക്കും. ബൈ 2 സ്ക്വയർ 4. ഓക്കെ, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 81 × 10⁻11 ന്യൂട്ടൺ എന്ന് കിട്ടി. 81 × 10⁻11 ന്യൂട്ടൺ എന്നാണ് നമ്മുടെ ഫോഴ്സിൻ്റെ വാല്യൂ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഒന്നുമില്ല, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെയുടെ വാല്യൂ 9 × 10⁻9. Q1ഉം Q2ഉം തന്നിട്ടുണ്ട്, R² തന്നിട്ടുണ്ട്. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഒന്നുമില്ല. 9 × അതായത് 36ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ എന്ത് കിട്ടി? 9 കിട്ടി. 9 × 9 81. 10⁻20 10⁻9 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 10⁻20 എന്ന് പറഞ്ഞാൽ 20 നിന്ന് 9 മൈനസ് ചെയ്തു. അപ്പം ഇൻറ്റു 10⁻11. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. If the electric flux through a Gaussian surface is 0, does it necessarily mean that the total charge inside the surface is 0? അതായത് ഒരു ഗോഷ്യൻ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിനകത്തുള്ള ടോട്ടൽ ചാർജ് 0 ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ?
അതിൻ്റെ ടോട്ടൽ, അതായത് സർഫസിനകത്തുള്ള ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണെങ്കിൽ ചാർജ് 0 ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F/Q ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 അറ്റ് എവറി പോയിന്റ് ഓൺ ദ സർഫസ്. ആ സർഫസിലെ എല്ലാ പോയിന്റും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കുമെന്ന്. ആയിരിക്കുമോ? അല്ല, നോട്ട് നെസസറിലി, ആയിരിക്കണമെന്നില്ല അല്ലേ. എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് വരുന്നത് യെസ് അല്ലേ, ആവാം. രണ്ടാമത്തത് എല്ലാ പോയിന്റിലും എന്താവുന്നില്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിക്കൊള്ളണം എന്നില്ല. ഇറ്റ് നോട്ട് നെസസറി. Next question, if the electric field exceeds the value 3 × 10⁶ Newton per coulomb, there will be sparking in air. What is the highest value of charge that a metallic sphere can hold without sparking in the surrounding air if the radius of the sphere is 5 cm? നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 3 × 10⁶ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അവിടെ ഒരു മെറ്റാലിക് സ്ഫിയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സ്പാർക്കിംഗ് ഒന്നും ഇല്ലാതെ, ഇതിന് ചുറ്റും സ്പാർക്കിംഗ് ഒന്നും ഇല്ലാതെ ആ മെറ്റാലിക് സ്ഫിയറിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഹയസ്റ്റ് വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഹയസ്റ്റ് വാല്യൂ ഓഫ് ചാർജ് ആണ് തന്നിട്ടുള്ളത്. ഈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഈയുടെ ഇക്വേഷൻ നമുക്കറിയാം, 1/4πε0 × Q/r² ആണ് നമുക്കറിയാം അല്ലേ. ഒരു പോയിന്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്കറിയാം, Q/4πε0r² ആണെന്നുള്ളത് നമുക്ക് അറിയാം. ക്യൂയുടെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? E × 4πε0, E × 4πε0r² ആയിരിക്കും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0യുടെ വാല്യൂ നമുക്കറിയാം. 4πε0യുടെ വാല്യൂ 1/9 × 10⁻². അതായത് 1/4πε0യുടെ വാല്യൂ ആണ് 9 × 10⁻9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് 1/4πε0യുടെ വാല്യൂ ആണ്. അപ്പോൾ 4πε0യുടെ വാല്യൂ എന്തായിരിക്കും? 1/9 × 10⁻9 ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഈയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. E × 4πε0 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈയുടെ വാല്യൂ 3 × 10⁻6 ആണെന്ന് അറിയാം. 3 × 10⁻6 × 4πε0യുടെ വാല്യൂ എത്രയാണ്? 1/9 × 10⁻9 × r². r എത്രയാ? 5 അല്ലേ. 5 ആണ് ആറിൻ്റെ വാല്യൂ. therefore 25 × 10⁻². r 5 സെൻറ്റിമീറ്റർ ആണ്, അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. therefore 5 × 10⁻² ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് 25 × 10⁻⁻4 എന്ന് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 8.3 × 10⁻⁻7. ഓക്കെ, 8.3 × 10⁻⁻7 ആണ് നമ്മുടെ ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ തന്നിട്ടുണ്ട്, ചാർജാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഈസ് ഈക്വൽ ടു Q/4πε0 × r² ആണ്. ചെയ്യുമ്പോൾ നമുക്ക് തന്നേക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും SI യൂണിറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുക, SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് റേഡിയലി ഔട്ട്വേർഡ് ഇൻ ഓൾ ഡയറക്ഷൻ ആൻഡ് ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും, അത് എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇൻഫിനിറ്റിയിൽ നിന്ന് എൻഡ് ചെയ്യുന്ന ചാർജുകൾ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നെഗറ്റീവ് ചാർജിലായിരിക്കും. അതുപോലെ തന്നെ ഫോർ എ ഡയപോൾ ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ നെഗറ്റീവ് ചാർജ്. ഒരു ഡയപോളിൻ്റെ കേസിൽ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലും ആയിരിക്കും. അതുപോലെ തന്നെ എ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ഫീൽഡ് ലൈൻ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഫീൽഡ് ലൈനിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ആ ഫീൽഡ് ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ 4 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം.
നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 16th ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 16ാമത്തെ ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി 2 കാര്യങ്ങളാണ് നോക്കുന്നത്, ഒന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യലും 2 കപ്പാസിറ്റൻസും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The potential due to a point charge Q at a point distance R from it is. അതായത് ഒരു പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനും അതിൻ്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താണ്, ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q/R ആണ്, അല്ലെങ്കിൽ 1/4πε0 ഇൻറ്റു Q/R ആണ്. അപ്പോൾ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Can 2 equipotential surface intersect? 2 equipotential surfaceകൾ intersect ചെയ്യുമോ എന്നാണ്. ഒരിക്കലും intersect ചെയ്തില്ല. The 2 equipotential surface never intersect. If they do so at the point of intersection, we can draw two normal giving direction of electric field. ഒരിക്കലും അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന സമയങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നമുക്ക് ആ ഫീൽഡ് ഡയറക്ഷൻ കാണിക്കുന്ന ടാൻജൻറ്റുകൾ വരക്കാം എന്നാണ്. ഒരിക്കലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ നോ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എയർ ഫീൽഡ് കപ്പാസിറ്റർ പ്ലേറ്റ് വെൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് 15 cm ആൻഡ് കപ്പാസിറ്റൻസ് ഈസ് 1 microfarad. നമുക്ക് തന്നേക്കുന്നത് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, ആ 2 കപ്പാസിറ്റർ പ്ലേറ്റിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത ആ എയർ ഫീൽഡ് കപ്പാസിറ്ററിൻ്റെ ഏരിയ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ റേഷ്യോ ബിറ്റ്വീൻ ചാർജ് ഓൺ either സൈഡ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്, 1 microfarad ആണ്. അത് SI യൂണിറ്റ് ആണോ, അല്ല, നമുക്ക് ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. മൈക്രോനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 10⁻⁻6 ആണ് ചെയ്യാറ് അല്ലേ. അപ്പം 1 × 10⁻⁻6 ഫാരഡ് ആണ് നമ്മുടെ സിയുടെ വാല്യൂ. 1 × 10⁻⁻6 ഫാരഡ്. ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 15 cm ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 15 × 10⁻². ഇനി കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ε2/AD ആണെന്ന് നമുക്കറിയാം അല്ലേ. ε2/AD, അതായത് ε/AD ആണ് നമുക്ക് ഈ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് A ആണ്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ ഇതിന് എങ്ങനെ എഴുതാം, CD/ε0 എന്ന് എഴുതാം. സി തന്നിട്ടുണ്ട് 1 × 10⁻⁻6 ആണ്. ε0യുടെ വാല്യൂ 8.85 × 10⁻12 ആണ്. അത് ഗിവൺ ഡാറ്റയിൽ ഉണ്ടായിരിക്കും. ദെർഫോർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 × 10⁻6 ഇൻറ്റു D 0.5 ഡിവൈഡഡ് ബൈ 8.85 × 10⁻12. സോൾവ് ചെയ്ത് കഴിയുമ്പം 1 × 0.5 ആണ്. Therefore 5 × 10⁻7 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 8.85 × 10⁻12. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.56 × 10⁻5 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഒന്നുമില്ല, ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. ഏത് ഇക്വേഷൻ? നമ്മുടെ കപ്പാസിറ്റൻസും ഏരിയയും തമ്മിലുള്ള റിലേഷൻഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? C = ε0A/D. ഇവിടെ ഇതറിയാം കണ്ടുപിടിക്കേണ്ടത് A ആണ് അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ എങ്ങനെ കിട്ടും? A = CD/ε0 എന്ന് കിട്ടി. സിയുടെ വാല്യൂ അറിയാം, എത്രയാണ്? 1 × 10⁻6 ഫാരഡ് ആണ്. ഡിയുടെ വാല്യൂ 15 സെൻറ്റിമീറ്റർ ആണ്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 മീറ്റർ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ε0യുടെ വാല്യൂ 8.85 × 10⁻12 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ദ പ്ലേറ്റ് കിട്ടും. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm ഫ്രം പോയിന്റ് ചാർജ് Q = 20 μC. അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. എവിടെയാണ്? പോയിന്റ് ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പോയിന്റ് ചാർജ് എത്രയാണ്? 20 μC ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് 30 cm ആണ്. രണ്ടിന് നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റേഡിയസ് 30 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 മീറ്റർ.
0.3 മീറ്ററാണ്. അതുപോലെ തന്നെ ചാർജ് 20 മൈക്രോ കൂളോമാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? കൂളോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 20 × 10⁻⁻6 കൂളോന്ന് കിട്ടി. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ 1/4πε0 × Q/R ആണ് അല്ലേ? 1/4πε0 × Q/R ആണ്. therefore 1/4πε0യുടെ വാല്യൂ 9 × 10⁻9 ഇൻറ്റു ക്യൂയുടെ വാല്യൂ 20 × 10⁻6 ഡിവൈഡഡ് ബൈ 0.3. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6 × 10⁵ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ യൂണിറ്റ് കൺവേർഷൻ മറക്കാതിരിക്കുക. മൈക്രോമിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈക്രോ കൂളത്തിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10 × 10⁻6 വെച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കുക. 1/4πε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ആണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, next question. Two capacitors C1 is equal to 12 millifarad and C2 is equal to 4 millifarad are in group connection. Calculate the effective capacitance of the system when they are connected in series and parallel. അതായത് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുന്ന സമയത്തുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസിൽ C1 ഉം C2 ഉം തന്നിട്ടുണ്ട്. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്, അതുപോലെ തന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, രണ്ട് കപ്പാസിറ്റേഴ്സ് തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ റെസിപ്രോക്കൽ ഓഫ് സം ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിൻ്റെ സം ആയിരിക്കും അല്ലേ? അതായത് 1/CS എന്ന് പറയുന്നത് 1/12 + 1/4 ആയിരിക്കും. അല്ലെങ്കിൽ C1 C2/C1 + C2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 + 12 × 1 ഡിവൈഡഡ് ബൈ, സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം സീരീസ് കണക്ഷൻ ആണെങ്കിൽ കപ്പാസിറ്റൻസ് രണ്ടെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/CS എന്ന് പറയുന്നത് എന്താണ്? 1/C1 + 1/C2 ആയിരിക്കും. ഇവിടെ 1/C1 എത്രയാ? 12 അല്ലേ? പ്ലസ് 1/C2 എത്രയാ? 4 അല്ലേ? 4. ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പം 1 × 4 4 + 12 ഡിവൈഡഡ് ബൈ 12 × 4. 12 × 4 എത്രയാ? 64 ആണ് 12 × 4 വരുന്നത്. അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/4/12 = 1/3 എന്ന് കിട്ടും. ഓക്കെ, അതായത് കാൽക്കുലേറ്റ് ചെയ്തു. 4 + 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. ഇതും കൂടെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടും? 4/12 എന്ന് കിട്ടും അല്ലേ? 4 16 4 പ്രാവശ്യം പോവും. അതുപോലെ തന്നെ 12 തവണ നമ്മുടെ 64-ലും പോകും. therefore 4/12 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ 1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ആയില്ലേ? ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്താലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 + C2 തന്നെ ആയിരിക്കും അല്ലേ? എല്ലാം കൂടെ സമ്മപ്പ് ചെയ്തതാണ് പാരലൽ കണക്ഷനിൽ. therefore ഇവിടെ നമ്മുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 + C2 ആയിരിക്കും. ദാറ്റ് ഈസ് 12 + 4 ആണ് = 60 മൈക്രോഫാരഡ് എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭാഗങ്ങളല്ല, നമ്മൾ ഏകദേശം എല്ലാ പോർഷൻസിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് നമുക്കിനി കുറച്ചും കൂടെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.